നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇനി പ്രേക്ഷകരുടെ ടെൻഷൻ എല്ലാം ഒന്ന് മാറ്റിവെച്ച് വളരെ സമാധാനമായിട്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. നമ്മുടെ മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് ക്യാപ്റ്റന്റെ നാട്ടിൽ കണ്ണൂരിൽ നിന്നും ജഗത് എത്താണ്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹലോ, ഹായ്. ജഗദാനന്ദകാരക. ഹായ് സുന്ദര. ഹായ്. ഇപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ വലിയ ചേട്ടന്മാരാട്ടെ, മുണ്ടൊക്കെ കൊടുത്തായിട്ട്. സുന്ദര. ജഗത് കിഷോർ ചന്ദ്രശേഖര. എന്തോ നിനക്ക് ചന്ദ്രശേഖര എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അത് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം നോക്കാണ്ട്. സംഗമം സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു, എല്ലാരും അനുമോദനങ്ങൾ കിട്ടിയത്. അനുമോദനം കിട്ടി. ആണോ? എവിടെന്ന്? എങ്ങനെയൊക്കെ? സ്കൂളിൽ നിന്ന് കിട്ടി. സ്കൂളിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ? സ്കൂളിൽ നിന്നൊരു ട്രോഫിയും പിന്നെ വലിയൊരു സ്വീകരണവും കിട്ടി. സ്വീകരണം. ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. 10-16. കൊള്ളാലോ, കൺഗ്രാചുലേഷൻ. ഇത് ആരുടെ ട്രോഫിയാ അതൊക്കെ പുറകില്? അതെന്റെയും എന്റെ ഏട്ടന്റെയും അച്ഛന്റെയും ആയിട്ട്. ആണോ? എല്ലാവരുടെയും ഉണ്ടല്ലേ? അപ്പൊ വീട്ടില് മൊത്തം അച്ഛൻ എന്താ ട്രോഫി? ട്രോഫി കളക്ഷൻ ആണ്. അച്ഛനും പാട്ട് പാടും. പാട്ട്. ഓ ആണോ? ആണോ? എന്റെ ദൈവമേ, രാധയൊക്കെയോ? ജഗത് കിഷോറിന് അഭിനന്ദനങ്ങൾ. കരിപ്പാൽ SV UP സ്കൂൾ പത്രത്തിലും വന്നു. പത്രത്തിലും വന്നു. എന്റെ ദൈവമേ, കൊള്ളാലോ. അടിപൊളി അല്ലേ? അപ്പൊ പാട്ട് ഏതാണ്? മുറ്റത്തെത്തും തെന്നലെ. ആഹാ, ഉഗ്ര പാട്ടാണല്ലോ. അപ്പൊ ഡീറ്റെയിൽസ്. സിനിമ ചന്ദ്രോത്സവം. പാടിയത് ദാസേട്ടൻ. വർഷം 2005. അഭിനയിച്ചത് ലാലേട്ടനും മീന ചേച്ചിയും. മ്യൂസിക് വിദ്യാസാഗർ സാർ. രാഗം മോഹനം. സിനിമ ഡയറക്ടർ രഞ്ജിത്ത് സാർ. ഇതാരാ എഴുതി വെച്ചിരിക്കുന്നത്? രാഗം മോഹനാണെന്ന് വിദ്യാസാഗർ സാർ. പുള്ളി എഴുതിയതാണോ? പറഞ്ഞോ അങ്ങനെ? അല്ല, ഞാൻ പാട്ട് പഠിക്കാൻ എടുത്താൽ എനിക്കത് കേട്ടേരും തിരിഞ്ഞു. കേട്ടപ്പോ മനസ്സിലായോ? പാട്ടെങ്ങനെ തിരിയുന്നത്? പാട്ട് കേട്ടേരും മനസ്സിലായി. ഓ, മനസ്സിലായോ? ഞാൻ വിചാരിച്ചു തിരിഞ്ഞെന്നിങ്ങനെ. അതല്ല, അത് വേറെ. അതങ്ങനെ പറയാ, എല്ലാം തിരിയുന്നുണ്ട്. തിരിഞ്ഞു മറിഞ്ഞ്. ഈ സിനിമയിൽ നമ്മുടെ ദാസേട്ടൻ വരെ ആചാര്യനായിട്ട് കാണുന്ന ഒരു സംഗീത സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? അറിയില്ല. സാക്ഷാൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി. അതെ. അപ്പൊ പാടിക്കോടെ. റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സീനിയർ സിംഗർ അച്ഛന്റെ പാട്ട് കേൾക്കും കേട്ടോ. ചേട്ടൻ റെഡി ആയിട്ടിരുന്നു.
കളിത്തോഴി ഓ മുറ്റത്തെത്തും തെന്നലെ മുട്ടിട്ടെന്നോ ചെമ്പകം അവളെൻ കളിത്തോഴി ഓ അഴകാം കളിത്തോഴി തൊട്ടാൽ പൂക്കും ചെല്ലമേ പൊന്നായി മിന്നും പൂവുകൾ കാറ്റിൻ പ്രിയ തോഴി ഓ കുളിരിൻ പ്രിയ തോഴി ആ അവളെൻ കളിത്തോഴി ഓ മുറ്റത്തെത്തും തെന്നലെ മുട്ടിട്ടെന്നോ ചെമ്പകം അവളെൻ കളിത്തോഴി ഓ അഴകാം കളിത്തോഴി. Very nice. ജഗത് ജഗദാനന്ദകാരക. എന്തോ ഇതിലെനിക്ക് പല ഭാഗങ്ങളും മോൻ പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു നിഷ്കളങ്കതയുണ്ട് ചില ഭാഗങ്ങളിൽ മോൻ പാടുമ്പോൾ. അതായത് പ്രത്യേകിച്ച് അവിടെ ഒരു ഇന്നസെൻസ് ഫീൽ ചെയ്യുന്നു മറ്റേ ചെറിയ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ. എനിക്ക് ചില പ്രശ്നം തോന്നുന്നത് മുറ്റത്തെത്തും തെന്നലേ മൊട്ടിട്ടെന്നോ ചെമ്പകം അവളെൻ ലലല ആ ഒരു സംഗതി അവിടെ മിസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ലാരിറ്റി കേട്ടോ. പിന്നെ കാർത്തികയിൽ നെയ്ത്തിരിയായി പൂത്തു നിൽക്കും താരര അതിൻ്റെ നോട്ട് കേട്ടോ, അതിൻ്റെ കറക്റ്റായിട്ട് എത്തണം എന്നാലേ ആ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടാ. പിന്നെ എനിക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ ഇങ്ങനെ ഒരു വേവ് പോലെ പാടുന്നത്, ഒരു ഡൈനാമിക്സ്. പിന്നെ പാട്ടിന് തമ്പുരു, അതെങ്ങനെയായിരുന്നു? പാട്ടിനു 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 തമ്പുരു തമ്പുരു തമ്പുരു. തമ്പുരു. യെസ്, അതൊക്കെ അന്ന് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ക്ലാരിറ്റിയോട് കൂടി വന്നു കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ട് ഇത് പാട്ട് നമുക്ക് മോന് പാടാം, മറ്റുള്ളവർക്ക് ആസ്വദിക്കാം. ഓക്കെ സാർ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗത് കുട്ടാ, എന്തോ സുഖാണോടാ? നല്ല സുഖം. നല്ല സുഖം. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ഇപ്പം? പഴയ പോലെ കുറവല്ലേ? കുറവാ. ടെൻഷൻ ഉണ്ടോ? ചെറുങ്ങ. ചെറുങ്ങനെ എന്തിനാ ടെൻഷൻ? അച്ഛനമ്മ വഴക്കു പറയോ ഇല്ല. പാടിയത് ശരിയല്ലെങ്കിൽ? അങ്ങനെ പറയൊന്നുമില്ല. പിന്നെ എന്തിനാ ടെൻഷൻ? അല്ലോ അല്ലൂല. ഒന്നും പറയില്ലല്ലോ. ആരാ കറക്റ്റ് ചെയ്ത് തരുന്നേ അപ്പൊ തെറ്റിക്കഴിഞ്ഞാ? അച്ഛൻ. അച്ഛൻ തന്നെ കറക്റ്റ് ചെയ്യുന്നത്. അച്ഛൻ കിടില പാട്ടുകാരനല്ലേ അല്ലേ ജഗത് കുട്ട? എന്തോ എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മറ്റേ കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ് ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. Thank you. അതുപോലെ ചരണത്തിലും പാതിചാരിയ വാതിൽ പഴുതിലേയും ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. പക്ഷെ ചരണം എത്തിയപ്പം വെൺമുകിലിൻ താഴ്വരയിൽ നോട്ടെത്താത്ത പോലെ ഫീൽ ചെയ്തു. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ, ഇത് ഈ പാട്ടുമായിട്ട് ബന്ധമില്ല. മൊത്തത്തിൽ ജഗത് കുട്ടൻ പാടുമ്പം ഷോൾഡർ ഇങ്ങനെ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ആ ബ്രെത്ത് എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ട് വരുന്നു തോന്നുന്നുണ്ട്. കേട്ടില്ലേ? നാഭി ഹൃത് കണ്ഠ രസന അങ്ങനെ പറയാം. നമ്മൾ ഇവിടുന്ന് ശ്വാസം എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വേണം പാടാൻ വേണ്ടി. അതൊരു വോയിസ് കൾച്ചറാണ് ആ ലൈൻ, അറിയില്ലേ? അതെ. നാഭി എന്ന് പറയുമ്പോ വയറിന്ന്, നാഭി ഭീ എന്ന് പറയുമ്പോ നാഭി ഹൃത് ഹൃത് എന്ന് പറയുമ്പോഴത്തേക്കും നെഞ്ചത്തെത്തുക. ചെസ്റ്റ് വോയിസ്. ചെസ്റ്റോ. ആ. കണ്ഠ ധ എന്ന് പറയുമ്പോ തൊണ്ട. ഇവിടെ രസന മൂക്കിലേക്ക് എത്തും. അതെ, അതാണ് നാഭി ഹൃത് കണ്ഠ രസന. അപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് പാടുമ്പോ ഈ നാഭി എന്നുള്ള മൊത്തത്തിലുള്ള ആ ബലം നമുക്ക് കിട്ടില്ല. എപ്പോഴും ഇവിടുന്നാ വരിക, മനസ്സിലായോ? നെക്കിലേക്ക് കൂടുതൽ പ്രഷർ വരും അപ്പൊ കൂടുതൽ. അപ്പൊ അങ്ങനെ പോസ്ചർ ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് പാടി നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും ജഗത് കുട്ടിന്. ഓക്കെ, അത് അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് തരണേ. അപ്പൊ ഗുഡ് ബോയ്, ഓൾ ദി ബെസ്റ്റ്. ഇവൻ വീട്ടിലോ ഭയങ്കര കുറുമ്പനാണോ? ഇവൻ കുഴപ്പക്കാരനല്ല, ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. കുറുമ്പ് കൂടുതലാണ്. ഈ വികൃതി നമ്മുടെ പാട്ടിന്റെ ഉള്ളിലും വരണം ചില സമയം. യെസ്, കറക്റ്റ്. അതാണ്. അപ്പൊ നീ കുറച്ചും കൂടെ കുറുമ്പനായിട്ട് പാടിക്കഴിഞ്ഞാൽ ഈ പാട്ട് സൂപ്പർ ആയിരിക്കും.
അപ്പൊ നിന്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ വന്നാൽ പാട്ട് എന്താവും? നന്നാവും. നന്നാവും. മുറ്റത്തെത്തും മുറ്റത്തെത്തും, അത് ഞാനിപ്പോ മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം, മെലോഡിയസ് ആണ്, പക്ഷെ അത് ധ്വനിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം എന്നാന്നല്ലേ പറ്റൂ? പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാട്ടിൽ വളരെ അധികം ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ ഈ BGM കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കൊരു റിസ്ക് ഉണ്ട്. എന്താ വെച്ചാ BGM കുറച്ച് ഫസ്റ്റ് നോട്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് നോട്ട് എപ്പോഴും ചെറിയ റിസ്ക് ഉണ്ട്. അതെ. നമുക്കൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ പിന്നെ പാടുന്നേ. അതെ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും ലോകമഹാകാര്യങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാതെ അത് ശ്രുതിയിൽ നിൽക്കണം. അതെപ്പോഴും എല്ലാ പാട്ടിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. കേട്ടാ. പിന്നെ ബാക്കി ചില ഏരിയാസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടാണ് ഈ പാട്ട് പാടിയത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ചുകൂടെ കൂളാണ്, എപ്പോഴും അവൻ കൂളാണ് അല്ലേ മധു? ഞാനിങ്ങനെ ഓർക്കായിരുന്നു, നേരത്തെ അവൻ പറഞ്ഞില്ലേ ഇത് മോഹനം രാഗം. മോഹന രാഗം അല്ല കേട്ടോ, അല്ലാതെ ചില ബ്യൂട്ടിഫുൾ സോങ്സ്, ഈ മോഹനത്തിന്റെ സ്ട്രെയിനിൽ വന്ന ചില സോങ്സ്, അത് ഒരു പാട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വേറൊരു പാട്ട് വരുന്നു, അതിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് വേറെ പാട്ട് വരുന്നു. അങ്ങനെയുള്ളൊരു സീക്വൻസ് പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നു. അതെന്ന് വെച്ചാൽ അത് ഇളയരാജ സാറിന് എന്നാണ് തുടങ്ങുന്നത്. അതെന്ന് വെച്ചാ ഒരു രാഗം പാടലോട് കേട്ടിട്ടുണ്ട് പാട്ട്? അത് ഭയങ്കര വേറെ ഇനി വരാൻ പോകുന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ്. പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ ഇനിയും വസന്തം പാടുന്നു ഇനിയും പ്രിയതരമാമുരനുരാഗം, അത് ജോൺ സേട്ടനാണ്. ഈ പദസരിക എല്ലാം പദസരിക. അത് കഴിഞ്ഞിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ള പാട്ട് വരാൻ പോണേ. മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാൻ കനവറിയാതെ ഏതോ കിനാവ് പോലെ. ഈ പാട്ടുകളൊക്കെ മോഹനാണ്. തുടക്കം എല്ലാം മോഹനല്ല. മോഹന വളരെ ബ്യൂട്ടിഫുൾ എന്നാണ് മോഹനത്തിന്റെ അർത്ഥം. വെരി ബ്യൂട്ടിഫുൾ, സൗന്ദര്യമുള്ളത്. അപ്പൊ അച്ഛനെ പാട്ട് കേൾക്കണ്ടേ? കേൾക്കണം. അപ്പൊ അച്ഛോ പാട്ട് പോരട്ടെ. ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. അച്ഛനും മോനും ഒരു സ്റ്റേജിൽ ഒരു ഫ്ലോറിൽ നിന്ന് ഒന്നിച്ച് പാടുന്നു എന്നുള്ളത്. കൈയടിക്കടാ. ഓമനേ നീയൊരോമൽ ഭാവഗീതമോ, കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ, സ്നേഹരാഗലോലമോ നിലാവിൻ സാന്ദ്രമോ, മധുപകരും ഒരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ, ഓമനേ നീയൊരോമൽ ഭാവഗീതമോ, കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ. അതെ, ഭയങ്കര റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക്. ഒരു സംശയം ചോദിക്കട്ടെ, പ്രണയിച്ച് കല്യാണിച്ചാണോ? അല്ല, അറേഞ്ച്ഡ് മാരേജ്. അറേഞ്ച് ചെയ്തിട്ട് പിന്നെ പ്രേമിച്ചില്ല. ഇപ്പൊ മധുവങ്കൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും അല്ലേ? പാടി ഒരു ഗിഫ്റ്റ് അച്ഛനും മോനും അമ്മയ്ക്കും. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പൂഞ്ചില്ല തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോടു ചേർന്നിടുമോ, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. ഇത് അൾട്രാ റൊമാൻറ്റിക് ആണ്. റൊമാൻസ് കണ്ടുപിടിച്ചത് മധുവാണോ? അപ്പൊ ജഗത്കുട്ട
എന്തോ മാർക്ക് വേണ്ടേ? വേണം. വേണം. ജഗദാനന്ദ കാരക. എന്തോ ജഗത് കിഷോര ചന്ദ്രശേഖര. ജയ ജാനകി മാധവ. ജാനകി രമണ. ഓക്കെ, ജഗത്തിന് കിട്ടിയിട്ടുള്ള മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പൊ അച്ഛനും മോനും ഇപ്രാവശ്യം കലക്കി. ചേട്ടാ അടിപൊളി. നമുക്ക് ഇനിയും പാട്ടൊക്കെ കേൾക്കണം. ടാറ്റാ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിലെ വായാടിക്കുട്ടി എത്താൻ പോവാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജുവൽ കുട്ടി. വെൽക്കം. So here is Jewel Mary Reggie. ഹലോ. ഹായ് ആര്യചേച്ചി. ഹായ് വെൽക്കം ബാക്ക് മധു അങ്കിൾ. ഹായ് ഹായ്. നമ്മളെ കേട്ടിട്ട് പോയോ? എവിടായിരുന്നു? ഇല്ല പോയില്ല. അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമോ? ജുവൽ മേരി ഒക്കെ ഞെട്ടിട്ട് ഞാൻ എവിടെ പോവാനാ? Then where were you? I was traveling all over the world. Oh my God. He was in Vatican City. He was in Vatican. Really? Yes. Vatican City? Oh, Yeah, Vatican. Vatican Yeah, yeah, City. Yeah. Oh my God. I was in meditation there. അപ്പൊ ജുവലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് വീഡിയോ ഉണ്ട്. അതെ, നമുക്ക് കാണാം. വായോ. Who am I? Oh. നമ്മൾ ഓരോരുത്തരും ആരായിത്തീരുമെന്ന ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാവാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് ആരുടെയും വാലിഡേഷന് വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മൾ എന്തിനാണ് പാടുന്നത്? മേ ബി നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിരിക്കാം. ഉയ്യോ. ചിലപ്പോൾ നമ്മളെ ഇതുപോലൊക്കെ വീഴാം. We fall, but we have to pick ourselves up. ജോലി വീട്ടിൽ ഭയങ്കര കുസൃതിയാണ്. ചെറിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറയാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ജുവൽ വളരെ അഡമൻ്റായ ഒരു കുട്ടിയാണ്. ജീവിതത്തിൽ ഓരോ സ്റ്റേജിലും വളരെയധികം നിലപാടുകളും കാഴ്ചപ്പാടുമുള്ള ഒരു കുട്ടിയാണ്. പുസ്തകങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന മോൾ ഭാവിയിൽ ഒരു സിവിൽ സർവീസുകാരിയാവാനാണ് ഇഷ്ടപ്പെടുന്നത്. അതെ, ഞാൻ എടുത്തു വെക്കുന്ന ഓരോ അടിയും ഓരോ യാത്രയും എന്നിലേക്ക് തന്നെയാണ്. ടു മൈ ബെറ്റർ സെൽഫ്. അതിൻ്റെ ഭാഗമായാണ് ഞാൻ ഇപ്പോൾ ടോപ്പ് സിംഗറിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നത്. Jewel Mary Reggie, the writer, the director, the editor, and the composer of who I am. ആഹാ. ആഹാ. Wow. വാ. അടിപൊളി. Beautiful. കൊള്ളാലോ. നല്ലൊരു പ്രൊഫൈൽ അല്ലേ? അതെ അതെ അതെ, സിനിമ ഉഗ്രനായിട്ടുണ്ട്. കണ്ടു തീർത്ത Jewel, പോലെ. the journey on to oneself, അല്ലേ? Yes. So you were the director, the music composer, എഡിറ്റർ. editor, the writer of your own journey. Yes. Yeah, that is great. Beautiful. Thank you. I keep this here. Really? Yeah. Me too. Me three. Yeah, already. It's already here. Oh, thank you. ഈ വീഡിയോ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അജിത്താണ്. അജിത്. Yes, എന്റെ സ്വന്തം അജിത് മാമൻ. ആണല്ലേ? Wonderfully done, very wonderfully done.
ഓഫ് കോഴ്സ് ഇതിന്റെ ക്യാമറ മൂവ്മെന്റ്സ്. അതെ, അതെ, അതെ. ആദർശാണ്. Transitions. ആദർശ് ഇവിടെ ഉണ്ട്. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഉഗ്രൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. Yes, yes. ഇത് വേറെ ലെവൽ. അതൊക്കെ മീ വളരെ പോയറ്റിക് ആയിട്ട് അതെ, അതെ, ചെയ്തിരിക്കുന്നത്. ലിറിക്കലായിട്ട് ഒരു പാട്ട് പോലെ ഒരു കോമ്പോസിഷൻ. വെരി നൈസ്. അത് പ്രത്യേകം നമ്മുടെ അപ്ലോസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വേദി. യെസ്. ഭാവിയില് അല്ലേ, ഭാവിയില് വലിയ 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 പ്രൊജക്ടുകൾ ചെയ്യാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള തീർച്ചയായിട്ടും. ജിതേഷ് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ഇസ് ഓൾസോ വെരി Beautiful. The transitions are really good. ട്രാൻസിഷൻസ്. ആ ഫോട്ടോ ഇങ്ങനെ മാറി വരുന്നതും അതെ, ജ്വലിനോട് തന്നെ ഷെയ്ക്കാൻ കൊടുക്കുന്നൊക്കെ ഭയങ്കര അതെ, അതെ, അതെ. താങ്ക് യു. ജ്വൽമേരി, എന്തോ ഏത് പാട്ടായിരുന്നു പാടാൻ പോന്നെ? ഇല്ലത്തെ കല്യാണം. ഓ, അതാണ് ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് വന്നിരിക്കണേ അല്ലേ? Yes. എന്ന് വെച്ചാല് ഞാന് വെട്ടാണ് സിനിമ. ആ സിനിമ ഉണ്ടല്ലോ, ഞാന് ആദ്യമായിട്ട് കാണാ. എന്റെ അപ്പ 2 ദിവസം ഇതിനു വേണ്ടി വന്നായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു ടാബ് വാങ്ങിച്ചോണ്ട് തരുമെന്ന്. അത് വാങ്ങിച്ചോണ്ട് തന്നു. കിട്ടിപ്പോയി. അതിലാണ് കണ്ടത് സിനിമ കണ്ടത്. അതില് ഞാനും വേറെ ആരാ കണ്ടേന്നറിയോ എന്റെ കൂടെ? ദേവമോള്. ഞാൻ ചിരിച്ചു ചിരിച്ചു മടുത്തു. ഐ കുഡന്റ് സ്റ്റോപ്പ് ലാഫിംഗ് ബട്ട് മൈ സ്റ്റമക്ക് വാസ് ഏക്കിംഗ്. അതിന്റെ ഇടയ്ക്ക് അമ്മ വഴക്ക് പറയും, വീസിങ് കൂട്ടല്ലേ, ദൈവത്തെ ഓർത്ത് വീസിങ് കൂട്ടല്ലേ. ചിരിക്കല്ലേന്നല്ലേ പറഞ്ഞ, എനിക്കറിയാം. ഇപ്പൊ ആ പാട്ട് ഇല്ലത്തെ കല്യാണം അല്ലേ? ഇല്ലത്തെ ഓക്കെ. ആ കല്യാണത്തിന് ആരൊക്കെ ഉണ്ട് കൂടെ കൂടാൻ? മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ് സാർ, ലിറിക്സ് BR പ്രസാദ് സാർ, പിന്നെ പാടിയത് MG സാറും സുജാത മാമും, പിന്നെ ഇയർ 2004. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് ഓൾ ദി യു. ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ. കയ്യിൽ വെള്ളിത്താലം കൊണ്ട് മുടി കെട്ടിപ്പൂവും ചൂടി വാർമേഘ പെണ്ണും പോകുന്നേ. കുടമുള്ള പന്തൽ വേണം, തകിൽമേളം വേണം, നെയ്വിളക്കു പൊന്നാളത്താൽ തിരിയേഴും തെളിയണം. പൂവാരി തൂവാൻ കൂടെ നീയും പോരൂ. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമി പോകുന്നേ. മാറിവില്ലുതാളിൽ കാലം നാൾ കുറിക്കയോ, പൊന്നുരച്ചു മിന്നൽ തീർത്തോ പ്രേമലേഖനം. തൂനിലാവു മഞ്ഞൾ തേക്കും താലിനൂലുമായി കനകതാലമായോ വിണ്ണിൽ പാർവണീന്തുവും. നറുചന്ദനത്തിനാൽ വരക്കുറി അണിയുന്നൊരാവുകൾ പുടവയ്ക്കു വെണ്ണിലാത്തളിർക്കരം കസവിട്ടു തന്നുവോ. നീ ചൂടും വൈഡൂര്യങ്ങൾ താരാജാലം, നീ മൂടും ചേലപ്പട്ട നീലാകാശം. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമി പോകുന്നേ.
ജുവൽ കുഡ്സ്, എന്തോ സർ? ഞാൻ തൊപ്പി അടിച്ചു മാറ്റി തരത്തില്ല നീ. എന്താ? അതെന്റെ തൊപ്പിയാ. ഓക്കെ എടുത്തോ. പോരട്ടെ പോരട്ടെ, ഇതിലൂടെ പേൻ എന്തോ പേൻ പേൻ പേൻ. എനിക്ക് പേനില്ല. എറിയേ എറിഞ്ഞോ? കേട്ടില്ലേ തോറ്റ് തൊപ്പിട്ടോന്ന്? അത് അങ്കിളാ. സൂപ്പർ. അത് സൗണ്ട് കണ്ണാടിയുടെ കണ്ണാടിയാ നേരെ സെറ്റ് ആവും. സെറ്റ് ആവല്ലേ? സൺഗ്ലാസ് സൺഗ്ലാസ് ആണോ ഉദ്ദേശിച്ചത്? അല്ല, സാധാരണ ഗ്ലാസ്സാ. സാധാരണ മറ്റേ സൺഗ്ലാസിന്റെ ഫ്രെയിമുള്ള കണ്ണാടിയില്ലേ? Wait. ഇനിയൊരു കോമ്പമേഷൻ കൂടി വേണ്ടേ? അത് വേണം. ഏതോ കാർട്ടൂണിലൊക്കെ കാണുന്നതല്ലേ, നല്ല രസമുണ്ട്. സുജ ജുവൽ, എന്തോ സർ? നല്ലൊരു എനർജിയാണ് കേട്ടോ. താങ്ക് യു സർ. അതും ജുവലിന് വയ്യാതിരിക്കുകയാണ്. ഐ ഹാവ് വീസിംഗ്, വീസിങ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ആണോ? പിന്നെ മൂക്കടപ്പുണ്ട്. ആഹാ. എന്ന് വെച്ചാല് ഈ ഭാഗവും ഫുൾ അടഞ്ഞിരിക്കുക. ഫുൾ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ കാത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് കേക്കാം. ആണോ? അത് കുഴപ്പമില്ല അല്ലേ? ഇല്ല ഇല്ല. പിന്നെ പാട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനർജി പല സ്ഥലത്തും അറിയാൻ പറ്റിയിട്ടുണ്ട്. ആ അനുപല്ലവിയില് ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്തില്ലേ, അതൊന്ന് പറഞ്ഞേ. അത് ബിഗിനിങ്ങിലുള്ള നോട്ട്സും അക്ഷരങ്ങളും. നെക്സ്റ്റ് ലൈൻ. പൊന്നുരച്ചപ്പോഴത്തേക്ക് മാത്രമേ വരച്ചതല്ലേ നന്നായിട്ട്. പൊന്നുരച്ചു മിന്നൽ തീർത്തോ പ്രേമലേഖനം. പൊന്നുരച്ചു മിന്നൽ തീർത്തോ എവിടെ പോയി? തീർത്തോ തീർത്തോ തീർത്തോ. പിന്നെ ഇല്ലത്തെ കല്യാണത്തിന് അത് കുറച്ചുകൂടെ ഒരു ഗും വേണം. ഗും എന്ത് വേണം? ഗും. അതെങ്ങനെ ഗും കൊണ്ടുവരാം? ഇല്ലത്തെ കല്യാണത്തിന് ആദ്യം ഇത്ര എക്സാജറേഷൻ വേണ്ട. ഏറ്റവും പാടുമ്പോ പക്ഷെ റിതമിക് അറിയാം. ഇല്ലത്തെ കല്യാണത്തിന് ആ ഒരു ഫീലാണ്. മനസ്സിലായി. Come on, 1, 2 and 3 and 4. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ. അത് അവിടെ ക്രഷൻഡോ ബിറ്റ്. തന്നെ ക്യാപ്റ്റൻ വല്ല പിടിയുണ്ട്. ഇത് തൊപ്പിട്ടാ ചിലപ്പോ എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. താങ്ക്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. Thank you ഡാ. Thank you so much. ഇതിപ്പോ ഡാഗിനിയമ്മയുടെ പോലെ ഇല്ലേ? അപ്പൊ ഇത് കുട്ടൂസൻ. ഒന്നിനൊരു കുറവില്ല. അത് രാജു, ഇത് രാധ. സന്തുഷ്ട കുടുംബം. അതെ, ബാലരമയാണ്. അയ്യോ, ഇങ്ങനെ പറയുമ്പോല്ലേ മിസ്റ്റേക്സ് ഒക്കെ പറയുമ്പോ ഒരു സീരിയസ്നെസ്. നല്ലതാ, കുട്ടികളെ ഫ്രീ ആവും കുറച്ചുകൂടി. അതെ, ജുവൽ കുട്ടി എന്തോ എന്തൊരു എനർജിയാണോ. താങ്ക് യു. ഞാൻ ഇവിടെ അവസാനം ഡാൻസ് കളിക്കും. എനിക്ക് എല്ലാ സ്റ്റെപ്പും പറഞ്ഞു തരണേ. ഓക്കെ ഓക്കെ. പറഞ്ഞു തരില്ലേ? പറഞ്ഞു തരില്ലേ? ഞാൻ ജുവൽ കാണിക്കുന്ന സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ അവളോണ്ട് ഓടുന്നു. ഞാൻ ഇവിടെ യൂസ് ചെയ്തു. അതെ, ആ പരാതി തീർക്കാന്ന് കരുതി വട്ടം യൂസ് ചെയ്തില്ല. പറ്റിയ കോസ്റ്റ്. ആ സൈഡിൽ എന്താ ഒരു വള്ളി, അതൊരു ഡിസൈൻ. വീട്ടിൽ കെട്ടിയിട്ടേക്കായിരുന്നു, പഴിച്ചു വിട്ടതാ. അത് എനിക്ക് ചേട്ടാ തൊപ്പി തരും. ഞാൻ തൊപ്പി വട്ട് കൂടി ഓടാൻ നോക്കുമ്പോ എന്നെ കെട്ടിയിടും. വട്ടൊന്നുമില്ല കേട്ടോ, നമ്മുടെ കുട്ടിയാണ് കേട്ടോ. ചുമ്മാ അല്ലേ പറയണേ. എനിക്കറിയാം. എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടല്ലേ. അതുണ്ട്. എന്നെ ബസ്സിലെ ഇടയ്ക്ക് വട്ടുകൂടുമ്പോ എന്നെ എല്ലാവർക്കും പേടി. ഇങ്ങനെ ഈശ്വരന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിപ്പോവും. ആണോ? ബസ്സില് അവർക്ക് പേടിയാവും. അവർക്ക് ചെറുതായിട്ട് പേടിയാവും. അപ്പൊ എന്ത് ചെയ്യും അവർക്ക് പേടിയാവാനായിട്ട്? ഞാന് വട്ടായ പോലെ കാലിക്കും. അതെങ്ങനെ കാണിക്കുന്നത്? ഒന്ന് കാണിച്ചേ. കാണിക്കണോ? വേണം. പിന്നെ ആരെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാലേ എനിക്ക് സ്വിച്ച് ഓഫ്. ഞാൻ ആക്ഷൻ കട്ട് പറയാം. ഓക്കെ, ഓക്കെ, റെഡിയാണോ? ആക്ഷൻ. അയ്യോ, കട്ട് ചെയ്യട്ടോ. ഇങ്ങനെയാണോ? പോട്ടെ, കട്ട്.
ഇതായിരുന്നു ഇത് ഇത് നോർമൽ. വട്ടൊന്നുമല്ല, ഇതൊരു ചെറിയ വികൃതി. കുസൃതി. ഇതിന്റെ ഇരട്ടിയാ ബസ്സില്. ആണോ? അപ്പൊ ആ ഇരട്ടി എനിക്ക് കാണണം. എനിക്ക് ആ സമയത്ത് ഇവരെ പേടിപ്പിക്കണോന്നുള്ള ഇത് വരുമ്പോ എനിക്കൊരു പ്രത്യേക ഒരു ഇത് വരും. അത് പോരട്ടെ പോരട്ടെ, അങ്ങനെ അല്ല, അങ്ങനെ എന്നെ കണ്ടവൊക്കെയാണ് തോന്നുന്നില്ല. എന്നെ പേടിപ്പിക്കോ, എന്നെ പേടിപ്പിക്കോ. ആക്ഷൻ വരട്ടെ. ഇത് പാവല്ലേ, ഞാൻ വരാം, പേടിപ്പിക്കാൻ ഞാൻ വരാം, എന്നെ പേടിപ്പിക്കോ. ചേച്ചി വാ ചേച്ചി. ഞാൻ ഈ തൊപ്പി മതിച്ചേട്ടന് കൊടുക്കാണ് കേട്ടോ. ആ. പക്ഷെ സൂക്ഷിച്ചു വെക്കണം. ഇങ്ങനെയല്ലേ വെക്കണേ? അതെ. ഓക്കെ, റെഡി അല്ലേ? പറയട്ടെ, ആക്ഷൻ പറയട്ടെ. ഞാൻ മാറുന്നു. അയ്യോ, ആ. ജലക്കുട്ടിയുടെ മുഖഭാവങ്ങളൊക്കെ നോക്കണം കേട്ടോ. കണ്ണൊക്കെ മാറി മാറിയോ? കേട്ടോ, ഭാവം one, അമ്മേ. അല്ലെ ഇന്നാള് പറഞ്ഞില്ലേ അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടിയാന്ന്? അതാ അതാ. ആ, റെഡിയാണോ? ഇപ്പൊ ഒരാളെ അയ്യോ, എന്തൊരു ഉപദ്രവിക്കുന്ന ഗൗരവാ നോക്കിയേ. ആക്ഷൻ. അപ്പാ. എന്റെ ദൈവമേ. ഇപ്പൊ ആര്യം ചേച്ചിക്ക് പകരുവേ. നീ ആക്രമിക്കൂ. എനിക്ക് ആദ്യത്തെ ആ നോട്ടാണ് ഇഷ്ടപ്പെട്ടത്. കണ്ണടങ്ങാതെ ഇങ്ങനെ നേരം കണ്ണ് 3 പ്രാവശ്യം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. വാർണിംഗ് വാർണിംഗ് സിംഗർ. വാണി, വാണി. signal. 1, 2, 3. സന്തോഷമായില്ലേ? എന്നെ നോക്കി പേടിപ്പിക്കുന്നു. പാവാണേ, ശുദ്ധരിയാണ്. താങ്ക് യു. എനിക്ക് വയ്യ. You are so cute. Cute. എസ്പെഷ്യലി അത് വെച്ചിട്ട് മധു അതെ, നല്ല രസമുണ്ട് ശരിക്കും. അപ്പൊ ജുവൽ കുട്ടി, എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജുവൽ കുട്ടിയുടെ ആ മൂവ്മെന്റ്സ് ഇല്ലേ, ഡാൻസ് ചെയ്ത്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. താങ്ക് യു മധു. പല്ലവിയില് ചില മൊത്തത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു എനർജിയുടെ കാര്യം, അതിങ്ങനെ കേറി ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിങ്ങനെ വേണം, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ചലനത്തിൽ ഏതെങ്കിലും വാക്ക് അങ്ങോട്ടും കൂടി മാറിയോ? പൂജ വെച്ച് കാവിൽ പൊന്നുള്ളത് മാരവില്ലിൽ താളിൽ എന്നുള്ള വാക്ക് അവിടെ വന്നോ? അങ്ങനെ എന്തൊരു വന്നു ഇല്ലേ? വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ശ്രദ്ധിച്ചായിരുന്നോ? യെസ്, ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റ്. യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും സാരില്ല, നന്നായിട്ട് പാടി. എനിക്ക് ഭൂരിഭാഗം ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ എനിക്ക് ജുവൽ കുട്ടിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ഈ സ്മാർട്ട്നെസ്, ക്യൂട്ട്നെസ് എല്ലാം. താങ്ക് യു. ഇതെന്താ ഞാൻ ജുവൽ കുട്ടിയോട് പറയുമ്പോ ആര്യക്കുട്ടി താങ്ക്സ് പറയണത്? ഇപ്പൊ പ്രശ്നമാവുന്നത് മാറിയോ? നിങ്ങളുടെ ആത്മാവ് അങ്ങോട്ട് കൂടെ എക്സ്ചേഞ്ച് ആയോ? എക്സ്ചേഞ്ച് ആയി. ആണോ? അതെ അതെ അതെ, എക്സ്ചേഞ്ച് ആയി. ഞാനാ ജുവൽ ഇപ്പം. ആണോ? പകുതിയായി കാണും. എനിക്ക് ജോലി എന്നാ ഇത് ആരും എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അവിടെ പോയിരിക്കും. ആരും അവിടെ പോയിരിക്കും. ജുവൽ, ഇന്ന് വീട്ടിൽ നിന്ന് ആരാ വന്നിരിക്കുന്നത്? ഇന്ന് വീട്ടിൽ നിന്ന് അമ്മയാണ് വന്നിരിക്കുന്നത്. അമ്മയാണ് വന്നിരിക്കുന്നത്. യെസ്. ആഹാ, ഇത് അമ്മക്ക് സുഖല്ലേ? ശരിക്കും പ്രശ്നമായോ? സുഖ. ആര്യ ഇരിക്കൂ, ആര്യ ഇരിക്കൂ. എന്തിനാ ഇവിടെ വന്ന വഴിക്ക് നിക്കുന്നത്? ഇരിക്കൂ. ആര്യ ചേച്ചി കമന്റ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? സുഡോക്കു. ഇതൊക്കെ കളിക്കൂ. ആര്യക്ക് അറിയില്ലേ? ആര്യല്ല എത്ര നേരം കളിച്ചോണ്ടിരുന്നത്. ഇതിനകത്ത് പേര് ചോദിച്ചിട്ടുണ്ട്. അതെ. ആ എന്റെ പൊന്നെ ആര്യ ചേച്ചി ഒന്ന് പറയത്. അപ്പൊ ജുവൽ, യെസ്, പാട്ട് പാടിയതൊക്കെ നന്നായിരുന്നു. താങ്ക് യു മാം. പക്ഷേ ലാസ്റ്റത്തെ ജോഗിങ് ശരിയായി. സ്കിപ്പ് ചെയ്ത് പോയത് അല്ലേ? എങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയത് ഇച്ചിരി ഒരു പൊടിക്ക് ശരിയായി. താളത്തിന്റെ പ്രശ്നം പറ്റിയ ഒന്നുകൂടെ ജോഗ് ചെയ്തേ. അത് മടി കാണിക്കല്ലേ? സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോയി ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാന്നൊക്കെ അല്ലേ പറഞ്ഞേ? സ്കൂളിൽ പോയി ഇങ്ങനെ അതെ, ക്ലാസിന്റെ അവിടെയൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നു പറഞ്ഞില്ലേ? അതെ, ഇങ്ങനെ പോകും. മൊത്തം കറങ്ങിയോ? എന്തോ ഒരു പ്രശ്നം. നേരത്തെ ജുവൽ നേരത്തെ ചെയ്ത പോലെ ചെയ്തില്ല. എന്തോ പറ്റി ജുവൽ? അത് പാട്ടിന്റെ കൂടെ ചെയ്തു വരുമ്പോഴേ ശരിയാവുള്ളൂ. ആണല്ലേ? അതുകൊണ്ട് ഓക്കെ. എക്സ്ക്യൂസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ബേസിംഗ് ആന്ന് പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ മാം. ഓക്കെ. ഇപ്പൊ ചില സ്ഥലങ്ങളില് നല്ല എനർജി ആയിരുന്നു. താങ്ക് യു മാം. കേറി ഇറങ്ങി എങ്ങനെ അല്ലേ? കേറി ഇറങ്ങി ഇങ്ങനെ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കൂടും. എനർജി അത്ര പോരായിരുന്നു പാട്ടിനകത്ത്. ഓക്കെ മാം. നല്ല ഡാൻസ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ പാട്ടിനകത്ത് അത്ര എനർജി ശരിയായില്ല. ഓക്കെ മാം. അടുത്ത പ്രാവശ്യം ഇടയ്ക്ക് ഇങ്ങനെ കേറിയും കുറഞ്ഞും ഒക്കെ വരണോന്ന് പറഞ്ഞു.
ആര്യ, ക്യാപ്റ്റൻ, അപ്പൊ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഒരു ഒരു 100. ഒരു 100. ആയിട്ടില്ല. അത്രയും നീ അത്ര അതിനുള്ള നീ പാടിയിട്ടില്ല. നീ അത്രയ്ക്കൊക്കെ വളർന്നോ? ആര്യ ചേച്ചി ഒന്ന് കൊടുക്ക്, ഈ കൊച്ചിനെ വീട്ടിൽ വിടണം. ഓക്കെ, മാർക്ക് ഒന്ന് വേഗം കൊടുക്ക്. ക്യാപ്റ്റൻ മാർക്ക്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തണോ? അതെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ജഡ്ജിൽ ആക്ച്വലി ആര്യ ചേച്ചി മാത്രമാണ് ഇത്ര മോശം പറഞ്ഞത്. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ലതാ പറഞ്ഞത്. ആര്യ ചേച്ചിന് മാർക്ക് കൊടുക്കാത്തതെന്നാണ് എനിക്ക് അത് തോന്നുന്നത്. ഞാൻ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നല്ലോണം പാടി. പക്ഷെ എനിക്ക് തോന്നുന്നത് ആര്യ ചേച്ചി കുട്ടികൾക്കൊന്നും മാർക്ക് കൊടുക്കുന്നില്ല. കണ്ടില്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെല്ലാരും പറയാറുണ്ട്. ആണല്ലേ? കഴിയുമ്പോ Today, you are being awarded 97 out of 100. ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും പോയി റെസ്റ്റ് ഒക്കെ എടുക്കൂ. ബീസിംഗ് കൊള്ളാല്ലേ? മോള് പോയി അമ്മയുടെ അടുത്തിരുന്നോളൂ കേട്ടോ. ആര്യ ചേച്ചിയുടെ കന്നഡ കൊണ്ടുവന്നത് ശരിക്കും ആവിയൊക്കെ പിടിക്കണം കേട്ടോ. ശരിയല്ലേ? നെബുലൈസേഷൻ അത് നിർത്തണ്ട. വേപ്പറൈസേഷൻ. അതെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. കുട്ടികളുടെ അടുത്ത് ഒന്നും വഴക്കുണ്ടാക്കാൻ പാടില്ല. നല്ല മോളാട്ടോ. ഇനിയെങ്കിലും കുറച്ചുകൂടെ നല്ല കുട്ടിയാവാൻ ശ്രമിക്കും. അതെ. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് അമ്മയുടെ അടുത്ത് പോയിരിക്കേ. അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയെ അല്ല, കൊടുത്ത് എന്റെ ആത്മാവ് തിരിച്ചു തരൂ. അതുകൊണ്ട് പോവല്ലേ. വീടല്ലേ? ആത്മാവ് കളയല്ലേ ഇത്? അതെ, അപ്പൊ അവനൊരു കോട്ടം വരുന്നത്. ആത്മാവിനെ കളയല്ലേ? കെട്ടിപ്പിടിക്കേ, കൊടുക്ക്, തിരിച്ചു കൊടുക്കേ. ഹായ് ആര്യ ചേച്ചി. ആരാ വിളി കേൾക്കണേ നോക്കട്ടെ. ആര്യ ചേച്ചി. ഓക്കെ, ശരി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പൊളി പെർഫോമൻസ്. നീ രണ്ടുപേരും അതാത് സീറ്റുകളിൽ പോയിരിക്കുക. ആത്മാവ് ബൈ. ബൈ ബൈ. ഈ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ കടം തരാം. ഇനി വരാൻ പോകുന്നത് MJ അങ്കിൾ ഒരു സ്പെഷ്യൽ പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. ആരാന്നൊരു ഗസ് ഉണ്ടോ? കുട്ടുമണി കുട്ടൂസ്. അതെ, കുട്ടുമണി കുട്ടനെത്താമാണ്. വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. പാർത്ഥിവ് എന്നാണല്ലേ പേര്? യെസ്, ഞങ്ങൾ ആ പേരൊക്കെ മറന്നു. ഇപ്പൊ കുട്ടുമണി കുട്ടനേ ഉള്ളൂ അല്ലേ? സുഖാണോ? സുഖമായിട്ടിരിക്കണോ? പിന്നെ ഒത്തിരി വിശേഷങ്ങളുണ്ട്. എന്താ? ടോപ് സിംഗറെ കണ്ടപ്പോ എന്റെ എപ്പിസോഡ്സ് ഒക്കെ എന്റെ കുറെ ഫാൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഫാൻസോ? നിനക്ക് ഫാൻസോ? ഓ, അത് ശരി. എത്ര ഫാൻസ് ഉണ്ട്? അത്യാവശ്യം ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ചെക്കിംഗ് അപ്പിന് പോയായിരുന്നു. ചെക്കപ്പ്. അപ്പൊ എന്നെ ടോക്കണായി. ഞാൻ ഡോക്ടറിന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ ഒരു അമ്മൂമ്മ എന്നെ പിടിച്ചു വലിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ ഇപ്പൊ കേറണ്ട, മോൻ ടോപ്പ് സിംഗറിൽ പാടുന്നല്ലോ എന്ന് എന്നോട് ചോദിച്ചു. കേറണ്ടാന്നോ? അത് കുട്ടുമണിക്കുട്ടന്റെ ചികിത്സ നിഷേധിച്ച. പുറത്തേക്ക് ഇറങ്ങി. അമ്മൂമ്മയുടെ കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഡോക്ടറിന്റെ അകത്തോട് കയറി നോക്കുമ്പോ അത് ഡോക്ടറും എന്റെ ഫാൻ. ഡോക്ടറിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പുറത്തു വന്നു. എന്നെ കൊണ്ട് വയ്യ അല്ലേ? ഡോക്ടറിനെ കണ്ടപ്പോ പറഞ്ഞ സർ ഇവിടെ ഇരിക്കുന്നു. ഭയങ്കര റെസ്പെക്ട്. എണിച്ച് പിന്നെ കുട്ടി ലാലേട്ടനല്ലേ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അച്ഛനെയൊക്കെ കണ്ടിരുന്നു. അതെ, രാവണപ്രഭു അത് റീ റിലീസ് അപ്പൊ എങ്ങനെയുണ്ട്? രാവണപ്രഭു ഞാൻ കണ്ടില്ല. ലാലേട്ടൻ അറിയാതെ ഇതൊക്കെ നടക്കുവോ? ഈ കുട്ടി ലാലേട്ടൻ കാണാൻ പോയിട്ടില്ല. നമുക്കപ്പൊ ഒരു വീഡിയോ കാണാം അല്ലേ? ടോപ് സിംഗറിൽ വന്നപ്പോ MJ അങ്കിളിന്റെ കുട്ടുമണിക്കുട്ടൻ ആയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനിപ്പോ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്റെ കസിൻ വരെ ഇപ്പൊ എന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. ഇവന് നാട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടം. അതെന്താണെന്നറിയോ അമ്മ? നമ്മൾ ഈ ഫ്ലൈറ്റിന്റെ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യില്ലേ, അപ്പൊ ഒത്തിരി ഗ്രീനറി കാണാം. പിന്നെ എന്റെ നാട് പത്തനംതിട്ട, അവിടെ ആണെങ്കിൽ ഒത്തിരി കുന്നും പുഴയും എല്ലാം ഉണ്ട്. മാനം മുട്ടും മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മാനമാടിടാം പെണ്ണേ. എനിക്ക് പിന്നെ തറവാട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മൂമ്മയുടെ ഫുഡൊക്കെ ഭയങ്കര സൂപ്പറാ. പിന്നെ ഇവിടെ ഓടി കളിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്.
പാർത്ഥിവ് ജനിച്ചത് ദുബൈയിലാണ്, വളർന്നതും സ്കൂളിങ്ങും ഒക്കെ അവിടെ ആയിരുന്നു. ഇപ്പം നമ്മൾ ടോപ്പ് സിംഗറിന് വേണ്ടി നാട്ടിലേക്ക് വന്നു. എല്ലാ വർഷവും ടോപ്പ് സിംഗറിന്റെ ഓഡീഷൻ സമയമാകുമ്പോഴത്തേക്ക് ഇവനൊരു കാലൊടിക്കലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇവന് ഉണ്ടാക്കാറുണ്ട്. ഈ പ്രാവശ്യം ദൈവം സഹായിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. അങ്ങനെ ഫൈനലി സെലക്ഷൻ കിട്ടി. പാർത്ഥിവിന്റെ അച്ഛൻ ദുബൈയിലാണ്. അച്ഛനാണ് പാട്ടിന് കുറെ സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കും, പാട്ടിന്റെ സജഷൻസ് ഒക്കെ കൊടുക്കും, ഗ്രൂമേഴ്സിനോട് എന്തൊക്കെ ഡൗട്ടുകളാണ് ചോദിക്കേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുക്കും. ഇവൻ പൊതുവെ എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് 10 പേര് അവിടെ വിളിച്ചു ഒരു സംഘം തന്നെ. അവനൊരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുന്ന ആളാണ്, എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നത്. അത് കുട്ടികൾ മാത്രമല്ല കേട്ടോ. ഇനി നമുക്ക് എന്റെ പാട്ടും വിശേഷങ്ങളും കുസൃതികളും എല്ലാം ടോപ്പ് സിംഗറിൽ കൂടെ കാണാം. നീ ഭയങ്കര മെടുക്കനാടാ. അതെ അതല്ലേ അങ്കിളുടെ കുട്ടുമണി കുട്ടനാ വന്നത്. കുട്ടുമണിക്കുട്ടന്റെ അച്ഛനെ കണ്ടിട്ട് മധുങ്ങൾ എവിടുന്നാ കണ്ടത്? ഞാനിപ്പോ പോയില്ലേ, ഞാൻ കുറച്ച് ദിവസം ഉണ്ടായില്ലല്ലോ. ആ യാത്രയുടെ ആ യാത്രയുടെ ഇടയിൽ ഞാൻ ദുബായിലെത്തിയപ്പോൾ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം, അവരുടെ അസോസിയേഷനിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പ്രശാന്തൊക്കെ കൂടിയുള്ള ഉൾപ്പെടുന്ന ഒരു അസോസിയേഷനാണ് നമസ് എന്ന് പറയുന്നത്, നമസ് ദുബായ്. എന്ത് പറഞ്ഞു ഇവനെ പറ്റി? ഇവൻ ആള് ശരിയല്ലെന്ന് പറഞ്ഞു. അതെ അതെ അതെ, അങ്ങനൊന്നും പറഞ്ഞില്ലേ മധു അങ്ങനെ പറഞ്ഞു. ഭയങ്കര കുറുമ്പനാണ്, ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞു. കുറുമ്പനൊക്കെ തന്നെയല്ലേ. അയ്യോ, അമ്മയാണ് നോക്കണം എപ്പോഴും. അമ്മക്കുട്ടനാണോ അച്ഛൻകുട്ടനാണോ? എനിക്ക് രണ്ടുപേരും ഈക്വലാ. അമ്മയോട് ചോദിക്കട്ടെ, എങ്ങനെയാണ്? അച്ഛൻകുട്ടനാണെന്ന് തോന്നുന്നു. ഞാനുമായിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ തല്ലുകൊടുത്താണോ? അച്ഛനുമായിട്ടാ കുറച്ചുകൂടെ കാമായിട്ടിരിക്കുന്നത്. എന്റെ അടുത്ത് നിൽക്കുമ്പോ കുറച്ച് നിർബന്ധങ്ങളും അച്ഛനും തരും ഇടയ്ക്കിടയ്ക്ക് ഡോസൊക്കെ. അപ്പൊ പാട്ടൊക്കെ പഠിച്ചിട്ട് എന്നോട് ചോദിക്കും എത്ര ശതമാനം ശരി. അപ്പൊ ഞാനൊരു 45-50 എന്നൊക്കെ പറയാം. അമ്മ മാക്സിമം ഞാനൊരു 65 ഒക്കെ പറയാറുള്ളൂ. അപ്പൊ ചോദിക്കും അമ്മ എനിക്ക് ഒരിക്കലും അമ്മ ഒരിക്കലും എനിക്ക് ഒരു 90 ഒന്നും പറയാറില്ല. അപ്പൊ ഞാൻ പറയും നമ്മൾ പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അത് കാരണം അമ്മയുടെ ഗ്രാഫ് ഒരിക്കലും മുകളിലോട്ട് എന്നെ പറ്റിയുള്ള ഗ്രാഫ് കേറുന്നില്ലെന്നാണ് കംപ്ലൈന്റ്. അതാണ് പരാതി. നമുക്ക് ഗ്രാഫ് കേട്ടാടെ ഈ പാട്ട് കേട്ടാ. അതെ, ഈ പാട്ടിൽ കേറുമെന്ന് നോക്കാം. ഇത് നല്ലോണം അറിയുന്ന പാട്ടല്ലേ? ഏതാണ് പാട്ട്? പുതുമഴയായി പൊഴിയാ. ശ്രീകുട്ടനങ്ങൾ പാടിയത് അല്ലേ? മ്യൂസിക് മോഹൻ സിത്താര സാർ, എഴുതിയത് കൈതപ്രം തിരുമേനി, സിനിമ മുദ്ര, വർഷം 1989. ഈ പാട്ടിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാടാ? എന്താ? എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ ഉണ്ടോന്നില്ല. മമ്മൂട്ടി സാർ ഇതില് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. അതെ അതെ, അതൊരു വളരെ വലിയ പ്രത്യേകതയാണ്. അപൂർവം, വേറെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മാത്രമാണ് കണ്ടിരിക്കുക ഫ്ലൂട്ട് വായിക്കുന്നത്. അതെ അതെ. All the best. Thank you. പുതുമഴയായി പൊഴിയാ
വെരി നൈസ്, വെരി നൈസ്. കുട്ടുമണി എന്തോ കലക്കടേ. നീ ആരടി? നീ ആരുവാ? താൻ ആരുവാ? ഞാൻ പാട്ടുവാ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്? അത് ഞാൻ അത്ര പ്രാക്ടീസ് ചെയ്ത്, പക്ഷെ ഒരു ലൈൻ എപ്പോഴും തെറ്റിക്കുന്നുണ്ട്. ഏത് ലൈനാ? പുഴയിലെ മോഹമാ. പുഴയിലല്ല, അവിടെ കനവിലെയാണ്. അതൊക്കെ ഞങ്ങക്ക് മനസ്സിലായി. തടവിലെ കിളികൾ, കനവിലെ മോഹമാ, പുഴയിലെ ഓളങ്ങൾ തേടും. ഇനി മാറില്ലല്ലോ. ഇല്ല, ഇനി മാറി ഇടിയിട്ടോടെ. ഇല്ല. ഇടി ചില ഭാഗങ്ങളൊക്കെ അസലായിരുന്നു കേട്ടോ. അസലായിട്ട് പാടി. താങ്ക് യു സർ. മാത്രല്ല അവൻ കൂളാണ്. അതെ, എന്താ പറയാ, പാടുന്നത് എഫർട്ട്ലെസ് സീസൺ. സാറേ, എന്റെ ടാഗ് ലൈൻ ഐ ആം കാം ബട്ട് ഐ ഹാവ് സെൽഫ് ഡിഫൻസ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് കാര്യം. ഓ, അത് ശരി. That's the mantra, അല്ലേ, to success. that is my mantra and my power. Okay. ശക്തിമാൻ. ശക്തിമാൻ. ഈ ഒരു കുഞ്ഞു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ പാട്ടുണ്ടല്ലോ, ഭയങ്കര ഡിവൈനാണ്. അപ്പൊ ആ പുഴയിലെ അതൊന്ന് പാടിക്കോ. പുഴയിലെ ഓളങ്ങൾ തേടും. ആ, ഇത് എവിടെയാണ് ശ്വാസം എടുക്കുന്നത്? പുഴയിലെ ഓളങ്ങൾ തേടും. പുഴയിലയുടെ മുമ്പില് നന്നായിട്ടൊന്ന് ബ്രത്ത് എടുക്കാം. എങ്ങനെ എടുക്കും? ആ, പഠിക്കൂ. പുഴയിലെ ഓളങ്ങൾ തേടും. സബാഷ്. സർ, ആ, ഇനി വെരി ബിഗിനിങ്ങിലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാട്ടിന് തുടക്കം. തുടക്കം അത് തന്നെ. തുടക്കം എപ്പോഴും പ്രശ്നമാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിച്ച് ശ്രദ്ധിക്കണം, നോട്ട് ശ്രദ്ധിക്കണം, എന്നിട്ട് അങ്ങോട്ടൊരു പാട്ടങ്ങോട്ട് പാടണം, അല്ലേ? അപ്പൊ എങ്ങനെയാ? നീയും സായും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. സ സ സ സ സ സ സ സ പുതുമഴ അല്ലല്ലോ. നീ സ പുതുമഴ. ആ, അതാണ്. ഒന്നുകൂടെ പാടിയേ. ആ, ഇനി അനുപലയില്ലേ? താളം മാറി ഓണക്കാലം പോയി. താളം മാറി ഓണക്കാലം പോയി. കാലം മാറി ഓണക്കാലം പോയി. വേലക്കാവിൽ വർണ്ണക്കോലം മാറി. ആ, അത് കൊള്ളായിരുന്നു. അടുത്തത് തീരം തേടി തീരം തേടി അന്തിക്കാറ്റും പോയി. അങ്ങനെയുള്ള ചെറിയ 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 സംഭവങ്ങളുണ്ട്. അവിടെ സ്ലിപ്പ് ചെയ്ത് വീഴുന്നുണ്ട്. പിച്ച് കിട്ടാതെ ഇങ്ങനെ കണ്ണടച്ചു പോകുന്നുണ്ട്. കണ്ണ് തുറക്കടേ, കേട്ടാ? അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാക്കി എല്ലാം നന്നായിരുന്നു കേട്ടോ. ഓക്കെ, റൈറ്റ്. എനിക്ക് വളരെ ഇഷ്ടമായി മോനെ പാടിയത്. നല്ല രസമായിട്ട് പാടി. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ, പിന്നെ എനിക്ക് തോന്നുന്നത് ചില നോട്ട്സ് ഒന്നുകൂടി ചേർന്നാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. വേലക്കാവിൽ വർണ്ണ അതിന്റെ അത് നേരത്തെ ടേക്കില് കറക്റ്റ് ആയിട്ട് എത്തിയില്ല. വർണ്ണ. അതെ. പിന്നെ ആത്മനൊമ്പരം. ആത്മനൊമ്പരമിതേറ്റു ഞാനിന്നു പാടാം. അത് പാടുന്നതിന് മുമ്പേ കുറച്ചും കൂടെ ബ്രത്ത് എടുക്കണം കേട്ടോ. അതെ. അയ്യോ. ഞാനിന്നു പാടാം. കൊച്ചല്ലേ ഇത്രയും ബ്രത്ത് കിട്ടുന്നില്ല, അല്ലേ? സാരില്ല കേട്ടോ. ശ്വാസം എടുത്തപ്പോ മനസ്സിലായി എനിക്ക്. പിന്നെ ഒരു സ്ഥലത്തും കൂടി വരി മാറിപ്പോയല്ലോ. എവിടെയാ? കന്നിക്കൊമ്പിൽ ഓടക്കാട്ടിൽ മേഘത്തിന് പകരം എന്താ പാടിയേ? അനുപല്ലിയിലെ വർണ്ണം ഇടയ്ക്കെടുത്ത് ഇട്ടു. പക്ഷെ മിടുക്കനാ. അങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തല്ലോ. തപ്പി ഇങ്ങനെ നിന്നില്ലല്ലോ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിടുക്കനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുഴപ്പമില്ല, മിടുക്കനാണ്. എന്റെ ഫേവറേറ്റ് ആണ് നീ.
നല്ല സ്റ്റേജ് പ്രസൻസ് ആണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു 10 പേരിരിക്കുമ്പോൾ അതില് നമ്മുടെ കുട്ടുമണിക്കുട്ടനുണ്ടെങ്കിൽ നമ്മൾ അവനെ നോട്ടീസ് ചെയ്യും. എല്ലാരും ശ്രദ്ധിക്കും. നമ്മൾ അവനെ നോട്ട് ചെയ്യും. പ്ലസന്റ് ആണ്, ആ പ്രസൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടേ അവൻ പോവുള്ളൂ. അതാണ് ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള കാര്യം. മിടുക്കനായിട്ട് പാടി, ഭയങ്കര ടഫായിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് പുഷ്പം പോലെ പാടി. ലവ് യു. അമ്മയുടെ ചോദിച്ചാൽ അമ്മ പറയും 57, 58, 59 എന്നൊക്കെ പറയും. ചോദിക്കാല്ലേ? ഒരു 45, 50. ഇൻറ്റു 2 ചെയ്യൂ. 79 ആണോ? എനിക്കറിയാം. 79. 97. Yes! 97 on 100 crore Parthiv Kuttan today. Thank you, sir. എങ്ങനെ കണ്ടുപിടിച്ചു? തിരിച്ചിട്ടു. ഭയങ്കര ബുദ്ധിമാൻ. അപ്പൊ കുട്ടുമണിക്കുട്ട അടുത്ത ദിവസം കാണാം. ബൈ ബൈ. ഹൈ ഫൈ. ചാച്ചാടാ. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്കൊരു ചാച്ച തന്നിട്ട് പോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടില് ദിയക്കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. ഹലോ. എന്ത് പറയുന്നു എല്ലാരും? നല്ല സപ്പോർട്ടാണ്. ഇനി നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞു. നാട്ടിൽ പോയിട്ട് എന്തുണ്ടായിരുന്നു വിശേഷം? ഞാന് അമ്മയുടെ വീട്ടിലാണ് പോയത്. അമ്മയുടെ വീട് എവിടെ? അമ്മയുടെ വീട് കോഴിക്കോട്. കോഴിക്കോട്. അല്ലെങ്കിൽ എവിടെയായിരിക്കും? കണ്ണൂര്. ഓ അങ്കദ. അതെ. ശരി. അപ്പൊ ഏതാണ് പാട്ട്? എന്റെ പ്രിയ സഖി ഗംഗെ. എന്റെ പ്രിയ സഖി. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഞാൻ പാടുന്ന അങ്ങനെ. എന്റെ സ്വന്തം പ്രിയ സഖി. പ്രിയ സഖി ഗംഗയുടെ എന്താ ചോദിക്കണേ? പ്രിയമാനസൻ എവിടെയെന്ന്. അപ്പൊ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ള പാട്ടാണ് അല്ലേ? അതെ. ഒരുപാട് ചോദ്യങ്ങളില്ലേ? ചോദ്യം. ഇത് എഴുതിയതാരാണ്? ONV സാർ. ഹായ്. മ്യൂസിക് ദേവരാജ മാസ്റ്റർ. വർഷം 1969. സിനിമ കുമാരസംഭവം. സിംഗർ പി മാധുര്യമ്മ. ഇതില് വേറെ ഉഗ്രം പാട്ടുകളുണ്ടല്ലേ? പൊൽത്തിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൊൻകുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. യെസ്, തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. All the best. പ്രിയമാനസനെ വിട
സബാഷ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. ഗുഡ്, ഗുഡ്. പനി പനി പമ പനി നി പമ പമ ഗമ ഗമ പസ ഗമ പനി പമ ഗമ ഗമ പസ സമ ഗമ പമ ഗമ പനി നി സ ഗമ പനി പമ ഗമ പനി സ ചനി നി സ പനി മമ പ ഗമ പനി പമ ഗമ പനി മ പനി സ പനി സ ഗ മഗസനി പനി സ ഗ മ പനി സ ഗ മ മഗസനി നി പമ പ പ മഗസനി സ ഗമ ശ്രീരാജ മാതംഗി. Dear goods, എന്തോ ഇപ്പൊ ഈ പാട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, പ്രിയ സഖി ഗംഗേ പറയൂ എന്നൊന്ന കൊള്ളാമോ? ഇല്ല. അതുകൊണ്ടാണ് ദേവരായ മാസ്റ്റർ എന്ത് ചെയ്തത്, ആ കാട്ടിൽ നിന്ന് അല്ലെ, കാടിൽ നിന്നല്ലേ, ഇപ്പൊ ഗംഗയെ ഇങ്ങനെ വിളിക്കുമ്പോ കേക്കണ്ടേ? കേക്കണം. ഇപ്പൊ ഗംഗയെ വിളിക്കുമ്പോ പ്രിയ സഖി ഗംഗേ എന്ന് ആ മേളിൽ വരാനുള്ള കാരണം അതാണെന്ന് ദേവരായ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് അനശ്വരമാണ്, ഏത് കാലത്തിലും കാലത്തിനപ്പുറം നിൽക്കുന്ന പാട്ടാണ്. പക്ഷെ അത് ആ ഓൺ ദ ഡോട്ട് പാടുമ്പോഴാണ് അത് ഏറ്റവും സുന്ദരമാവുന്നത്. നമ്മുടെ ദിയക്കുട്ടി അതാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ആ പറയൂ എന്ന് പാടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതെ, കാരണം മാസ്റ്റർ ഇത് പാടുമ്പോഴത്തേക്കും മാസ്റ്റർ ആ പറയൂ എങ്ങനെ പറയുമോ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആര്? ദിയക്കുട്ടി. ആ പറയൂ എന്ന് പാടിക്കുക. പ്രിയ സഖി ഗംഗേ പറയൂ. ആ പറയൂല് എല്ലാ മ്യൂസിക്കാലിറ്റി ഉണ്ട്, അനാവശ്യമായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെയാണ് പറയൂ എന്ന് പറയേണ്ടത്. പിന്നെ ആ ഓ എന്നുള്ള സംഗതിയില്ലേ പല്ലവിയിലെ, അതൊന്ന് പറയാ. ആ അത് എല്ലാവിടെയും കൃത്യമായിരിക്കണം. അതുപോലെ മായാ യവനികയ്ക്കപ്പുറമോ, അപ്പുറമോ എന്നുള്ളിടത്ത് ഒരു മ്യൂസിക്കാലിറ്റി ഇല്ലേ, അത് വരട്ടെ. ആ കേക്കട്ടെ. ആ അതെല്ലാം ക്ലാരിറ്റി വരണം. നമ്മൾ എവിടെയാണ് ഒന്ന് ഇംപ്രസ് ചെയ്യേണ്ടത്. നമ്മൾ സംഗതികൾ പാടുമ്പോൾ ചിലത് നമുക്കിങ്ങനെ ഒഴുക്കി വിടാം, ചിലത് നമ്മൾ ഇംപ്രസ് ചെയ്യണം. ദേവരായ മാസ്റ്ററുടെ പാട്ടുകൾ പാടുമ്പോഴത്തേക്കും മിക്കവാറും ഇങ്ങനെ ആയിരിക്കും, നമ്മൾ ഇംപ്രസ് ചെയ്യേണ്ടി വരും. ആ ഇംപ്രഷനാണ് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ വരുമ്പോഴാണ് പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആവുന്നത്. ഇല്ലെങ്കിൽ കംപ്രഷൻ, അല്ലെങ്കിൽ കംപ്രഷൻ ആയിരിക്കും. എന്നിട്ട് പാട്ട് കേട്ട് ഡിപ്രഷൻ വരും. ആ പാട്ട് കേട്ട് ഡിപ്രഷൻ. ഇതാണ് സംഗീതം അഭിസാഹിത്യം സരസ്വത്യാസ്തനദ്വയം ഏകമാപാദമധുരം. അപ്പൊ ദിയക്കുട്ടി ഈസ് എ വെരി ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ഓഫ് ടോപ്പ് സിംഗർ സീസൺ 6. അതിനെപ്പറ്റി ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യവും അത് കണ്ടിട്ടില്ലേ, ആ ഗൺ ഷോട്ട് കണ്ടിട്ടില്ലേ, കറക്റ്റ് ആ ടാർഗറ്റിൽ തന്നെ വേണം. അതിന് കോംപ്രമൈസ് ഇല്ല, അല്ലെങ്കിൽ നല്ല ഇടിയുള്ളൂ, ഒരു സംശയമില്ല. അപ്പൊ നന്നായിട്ട് പാടി വരട്ടെ കേട്ടോ. ദിയക്കുട്ടി എന്തോ അസലായിട്ട് പാടി. താങ്ക് യു. ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു. ഭൂരിഭാഗം നീതി പുലർത്തി ഈ പാട്ടിനോട്. പിന്നെ വോയിസ് നല്ല വോയിസ് ആണ്. പിന്നെ കുറച്ച് ഹൈപ്പിച്ച് പോകുമ്പോൾ ഇത്ര സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് എനിക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു കാറ്റ് ഫീൽ ചെയ്യുന്ന പോലെ. അത് ശബ്ദത്തിന് ഒന്നും വയ്യായികൊന്നുമില്ലല്ലോ? ഉണ്ട്. ജലദോഷമാണോ? ഭയങ്കര ചുമയൊക്കെ ആണല്ലേ? ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് ഹൈപ്പിച്ചിൽ പോകുമ്പോൾ ഇത്ര ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി വളരെ മനോഹരമായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗേഴ്സ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞങ്ങളിപ്പോ ഇത് കഴിഞ്ഞ മോള് പാടിക്കഴിഞ്ഞപ്പോ ഒരു ഇത് പാടില്ലേ, വർണ്ണം, ശുദ്ധധന്യാസി വർണ്ണം, ഉദയരവിചന്ദ്രിക എന്നൊരു പേരും കൂടി അതിനുണ്ട്. അപ്പൊ ആ രാഗത്തിലുള്ളതുകൊണ്ടാണ് ആ ഒരു വർണ്ണം പാടിയത് കേട്ടോ. ഓക്കെ ദിയക്കുട്ടി, എന്തോ മധുചേട്ടൻ എന്തുകൊണ്ടാ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഒന്ന്, പ്രോഗ്രസ് കാണാനുണ്ട്, അപ്വേർഡ്സ്, യു ആർ മൂവിങ് അപ്പ്. രണ്ട്, ഇപ്പൊ ക്യാമറ വരുമ്പോഴൊന്നും ദിയക്കുട്ടി പേടിക്കൊന്നും ചെയ്യുന്നില്ല, അതിനെ നന്നായി അഡ്രസ് ചെയ്ത് പക്ഷെ ആ പാട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാടാൻ പറ്റുന്നുണ്ട്. മൂന്ന്, ഇപ്പൊ പറഞ്ഞ സാധനം കോൺഫിഡൻസ്, അതെന്തായാലും അപ്പായിട്ടുണ്ട്. 4, നല്ല പിച്ച് സെൻസ് ഉണ്ട്. 5, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ഇതൊക്കെ പോരെ? ബാക്കിയൊക്കെ പിന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിയക്കുട്ടിയെ. യു ആർ എൻ അമേസിംഗ് സിംഗർ. ആസ് ബ്യൂട്ടിഫുൾ ആസ് യു ആർ, ആസ് ബ്യൂട്ടിഫുൾ ഇസ് യുവർ സിംഗിങ്. ഓക്കെ, താങ്ക് യു. Diyakutti is going to be awarded 98.25 on 100 today. Thank you, sir.
അപ്പൊ ആര്യ ചേച്ചി, നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ദിയക്കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി. ദിയക്കുട്ടി പല്ല് തേക്കാറുണ്ടോ? എത്ര നേരം തേക്കും? 2 നേരം തേക്കും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ദിയക്കുട്ടിക്ക് നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന വില്ലി വൈറ്റ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കണം. ഓക്കെ, ബൈ ബൈ. അപ്പൊ ജഡ്ജസ്, നമ്മൾ എന്നത്തെ പോലെ തന്നെ ഇന്നും ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു. ജഡ്ജസ് പറയുന്ന പോലെ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടി പാട്ടുകാരിങ്ങനെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിലും മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.